ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത മണിക്കൂറുകളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്, BBC ന്യൂസ് ഉൾപ്പെടെ പുറത്തുവിടുന്നു. ഹെലികോപ്റ്റർ അപകടത്തില് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടു എന്ന്. ഈ ഒരു ഹെലികോപ്റ്ററിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അയൽ രാജ്യമായിട്ടുള്ള അസർബൈജാൻ സന്ദർശിച്ച് തിരിച്ചു വരുന്ന ജോൽഫ എന്ന നഗരത്തിൽ വെച്ചിട്ടാണ് അപകടമുണ്ടായിട്ടുള്ളത്. ഇറാൻ ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നത് ഇത് പ്രതികൂല കാലാവസ്ഥ കാരണമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന്. എന്നാൽ ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന് അകമ്പടിയായിട്ട് 2 ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയായിട്ടും ആ 2 ഹെലികോപ്റ്ററുകൾക്കും യാതൊരു പ്രശ്നവും വന്നിട്ടില്ലേ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം ഉയർന്നതോട് കൂടിയിട്ട് ഈ വിഷയത്തിൽ വലിയ ദുരൂഹതകളാണ് മുന്നോട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു വാർത്തയ്ക്കായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഇസ്രായേലാണ് ഇതൊക്കെ ചെയ്തത് എന്ന തരത്തിലും വാർത്ത കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ ഇത് ഇസ്രായേൽ ചെയ്തത് എന്ന രീതിയിലും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇസ്രായേലാണോ, അതല്ലെങ്കിൽ ഹൂത്തികളാണോ, ഹമാസികളാണോ, തീവ്രവാദികളാണോ എന്ന് വളരെ നിഷ്പക്ഷമായിട്ട് നമുക്കൊന്ന് സുബോധത്തോടു കൂടിയിട്ട് ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഇറാൻ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു പിൻഗാമി ഭരണമൊക്കെയാണ്. അതായത് ഇദ്ദേഹത്തിന് ശേഷം ഒരു പിൻഗാമി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ ഓരോ ആളുകളും ചിന്തിക്കണം. നമുക്കൊക്കെ തന്നെ അറിയാം, കുറച്ച് മുമ്പേ ആയിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, ഇസ്രായേൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഇറാനെയും ആക്രമിക്കുന്നു. എന്നാൽ അതിനുശേഷം ഒന്നുകിൽ സുബോധത്തോടു കൂടി അല്ലെങ്കിൽ വിവേകത്തോടു കൂടിയിട്ട് ഇറാൻ അന്നത്തെ അധികാരി, ആ സമയത്തുള്ള ഈ പറയുന്ന ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഒരു പെട്ടെന്നുള്ളൊരു ആക്രമണത്തിന് നിൽക്കാതെ വിവേകത്തോട് കൂടിയിട്ട് നിന്നിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടു. പെട്ടെന്നൊരു ഇസ്രായേലിന് മറ്റൊരു തിരിച്ചടിയിലേക്ക് പോവാതെ തന്നെ, കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണകളൊക്കെ തന്നെ ഉണ്ടാവാം. എന്നാൽ ഇതിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഹമാസ് അനുകൂലികൾക്ക് ഇറാൻ പ്രസിഡന്റിനോട് വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കമന്റ് ബോക്സുകളിലൊക്കെ ഇസ്രായേൽ തിരിച്ചടിച്ച സമയത്ത് കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞു വരെ കമന്റ് ഇട്ട ആളുകളുണ്ട്. അപ്പൊ കേരളത്തിലെ ഹമാസികൾക്ക് പോലും ഇത്രയും ആവേശമുണ്ടെങ്കിൽ യഥാർത്ഥ ഹമാസികൾക്കും അതിനേക്കാൾ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഈ ഒരു തരത്തിൽ തിരിച്ചാക്രമിക്കാത്തതിൽ? അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കാത്തിരിക്കുന്ന പിൻഗാമി, അതായത് ഇബ്രാഹിം റൈസി ഇല്ലാതായാൽ അടുത്തു വരാനിരിക്കുന്ന പിൻഗാമി കൃത്യമായിട്ട് ഹൂത്തികൾക്കും ഹമാസികൾക്കും ഒരു ഓഫർ അങ്ങ് വെച്ചിട്ടുണ്ടാവും. ഞാൻ അധികാരത്തിലെത്തിയാൽ ഈ ഇസ്രായേലിനെ പൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാം, നിങ്ങൾ എന്നെ അധികാരത്തിലെത്തിക്കോ, അതിന് പകരമായിട്ട് ഇബ്രാഹിം റൈസിയെ ഇല്ലാതാക്കൂ എന്നങ്ങ് വെച്ചാൽ ഈ പറയുന്ന തീവ്രവാദികളും ഹമാസികളും അത് ചെയ്യില്ലേ? കാരണം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഗുണം ചെയ്യുക ഇറാനെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് പിൻഗാമി കളിച്ചിട്ടുള്ള അങ്ങേയറ്റത്തൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കില്ലേ ഈ ഒരു അപകടമൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്? നിങ്ങളൊക്കെ തന്നെ ഒന്ന് സുബോധം വെച്ചൊന്ന് ചിന്തിക്കൂ. ഇസ്രായേല് അല്ലാതെ ഒരു പ്രസിഡന്റിനേക്ക് അങ്ങ് കൊല്ലാൻ തുനിയോ, അല്ലെങ്കിൽ ഇതുപോലെ അപകടം ഉണ്ടാക്കുമോ? ലോകത്ത് ഇതൊരു ചർച്ചയൊക്കെ ആവില്ലേ? ലോകത്ത് ടെക്നോളജിയും ലോകോത്തര രാജ്യവുമായിരിക്കുന്ന ഭരണാധികാരികളാണ് ഇസ്രായേലിലുള്ളത്. ആ ഇസ്രായേൽ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു പ്രസിഡന്റിനെ ഒന്നും അങ്ങനെ ഇതുപോലെ ചെയ്യില്ല. അവർ ആ ഒരു തരത്തിൽ ഒരു തീരുമാനവും എടുക്കില്ല. മറിച്ച് ഇറാനിലുള്ളിലെ ആളുകൾ ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന ആളുകളുടെ ഒരു തന്ത്രം തന്നെയായിരിക്കും ഈ കൊല്ലപ്പെടുന്ന വാർത്ത, ഈ മരണപ്പെട്ട വാർത്ത എന്നൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ ഒരു അവസരത്തില് ഈ ഇസ്രായേൽ ഇറാൻ ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ഈ വലിയ പ്രശ്നം ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് നമ്മുടെ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഒരു ചർച്ചയുമായിട്ട് അങ്ങ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ജനാധിപത്യം മോദിയെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ജനാധിപത്യമൊക്കെ ഇറാനിലൊക്കെ ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്തുണ്ടാവണമെന്ന്. ആ പരട്ടകളൊക്കെ തന്നെ ഇതൊക്കെ കാണുന്നില്ല. പിൻഗാമികളൊക്കെ കാത്തിരിക്കുന്നതും ഇവിടെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഒരു പ്രധാനമന്ത്രി പോലും, ഒരു പ്രസിഡന്റ് പോലും മരണപ്പെടുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഈ രാജ്യത്തെയാണോ നമ്മുടെ രാജ്യം കണ്ടുപഠിക്കണമെന്നൊക്കെ അടുപ്പൂട്ടികൾ വലിയ വായിൽ ഡയലോഗ് അടിച്ചത്? ഇനി ഈ വിഷയവുമായിട്ട് ലോകത്തില്ലാത്ത കഥയുമായിട്ട് അടുപ്പുകൂട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
എന്തൊക്കെ തന്നെയായാലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും ഇറാൻ രാജ്യവുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം റൈസിയുടെ ഈ മരണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയൊക്കെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു.